കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മറ്റൊരു വചന പഠന വീഡിയോയിലേക്ക് സ്വാഗതം. ലൈഫ് കമ്മ്യൂണിറ്റി എന്ന നമ്മുടെ ഈ ചാനൽ വാച്ച് ചെയ്യുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യുന്ന ഏവരെയും ഞാൻ വീണ്ടും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രത്യേക വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് വളരെ ജനറൽ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. നമ്മളെല്ലാവരും സർവ്വസാധാരണമായി നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് രോഗശാന്തി. രോഗശാന്തി ശുശ്രൂഷകൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് ശുശ്രൂഷകൾ നടത്തുന്ന ധാരാളം പുതുതലമുറയിലെ ന്യൂ ജനറേഷൻ ശുശ്രൂഷകരെ നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും ആ സഭയുടെ എല്ലാം ഒരു ഇന്നുണ്ടാകുന്ന ജനപ്പെരുപ്പത്തിന് കാരണം തന്നെ രോഗശാന്തി ശുശ്രൂഷയിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. എന്നാൽ ഈ വിശുദ്ധ തിരുവെഴുത്തിനകത്ത് കർത്താവ് സൗഖ്യമാക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. പ്രവാചകന്മാരിലൂടെ സൗഖ്യം വെളിപ്പെടുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് രോഗശാന്തിയെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ വളരെ വളരെ വിശാലമായിട്ട് കാണാനായിട്ട് പറ്റും. എന്നാൽ പക്ഷേ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഇതെന്നത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നമ്മൾ പണ്ട് സൺഡേ സ്കൂളിൻ്റെ റാലിയൊക്കെ നടക്കുമ്പം ഞങ്ങൾ പണ്ട് മാർത്തോമയിലായിരുന്നപ്പോഴും പിന്നെയും ഈ VBS റാലിയുണ്ട്. അപ്പം നമ്മൾ പറയുന്നൊരു മുദ്രാവാക്യമുണ്ട്: യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശു ക്രിസ്തു രാജാവായി വേഗം വരുന്നു. ഇതില് പാപിയെ രക്ഷിക്കുന്ന യേശുവിൻ്റെ അതേ കാറ്റഗറിയിലാണ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കാര്യവും പറയുന്നത്. ബാക്കിയും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു രോഗി സൗഖ്യമാകുന്നില്ല എങ്കിൽ ആ സൗഖ്യം പ്രാപിക്കാത്ത വ്യക്തിക്ക് യേശു എൻ്റെ പാപം ക്ഷമിച്ചു എന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കാരണം ഇത് രണ്ടും കർത്താവ് ചെയ്യുന്നെന്ന് അവകാശപ്പെടുമ്പോൾ ഒരാൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യമാകുന്നില്ല, ആ വ്യക്തി പറയടാ എൻ്റെ യേശു രോഗിയെ സൗഖ്യമാക്കുന്നല്ലേ വാക്യം, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അവർ പറയുന്നത്. അപ്പം നമ്മൾ സൗഖ്യമാക്കുമ്പോൾ ആ കർത്താവ് എൻ്റെ രോഗത്തിന് സൗഖ്യം വന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ആളിനെ ഞാൻ എങ്ങനെ, ഇപ്പൊ കാണാൻ പറ്റുന്നതാണ് രോഗം, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന, പക്ഷെ ഒരു പാപമോചനം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന കാര്യമല്ലത്. ഈ കാണുന്ന കാര്യം സംഭവിക്കാതിരിക്കെ കാണാത്ത കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് എനിക്ക് എന്താണ് ഉറപ്പ്? ഇത് വല്ലാത്തൊരു ചോദ്യം. ഇത് ഞാൻ മാത്രം ചോദിക്കുന്നില്ല, പലരും എന്നോട് ചോദിച്ച ചോദ്യം. അപ്പൊ വാസ്തവമായിട്ട് യേശുക്രിസ്തു സകല രോഗികളെ സൗഖ്യമാക്കുമോ? മറുപടി ഇല്ല. ദൈവം പുത്രനായ യേശു അങ്ങനെ ഒരു പ്രോമിസ് ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സഭകൾ, നമ്മുടെ ആരാധനാ മീറ്റിങ്ങുകൾ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ, എല്ലാ മീറ്റിങ്ങുകളും അതിൻ്റെ പ്രഥമമായ ലക്ഷ്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, ഭൗതികമായ ഒരു ഉന്നമനം; രണ്ട്, ശാരീരികമായ ആരോഗ്യം. ഇത് രണ്ടുമല്ലാതെ ആത്മീയത, ദൈവിക നീതി, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ അനുരൂപത, ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം, നീതിയുടെ ജീവിതം, അങ്ങനെ ഒരു സ്വർഗീയമായ വിഷയങ്ങൾ നമ്മുടെ ആധുനിക ലോകത്ത് വലിയ ബോറാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജനങ്ങളത് അട്രാക്റ്റഡ് ആവത്തില്ല. ക്രിസ്തു തൻ്റെ നീതിയാൽ നിങ്ങളെ അലങ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയായും ഒരു കയ്യടിയും വരത്തില്ല. പക്ഷെ ഇന്ന് പിശാച് നിന്റെ മേലിട്ടിരിക്കുന്ന പൈശാചിക നുകത്തെ തകർത്ത് ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കിടക്കയിലായിരിക്കുന്ന ചിലർ എഴുന്നേറ്റ് ഓടുന്ന ചിത്രം ആത്മക്കണ്ണിൽ കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി സ്തോത്രം എന്നൊന്ന് പറഞ്ഞാൽ അന്തരീക്ഷം തകർക്കുന്ന നിലയിലുള്ള ശബ്ദകോലാഹലമുണ്ട്. അതേസമയം ക്രിസ്തുവേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപമായി
ആ നവജീവന്റെ പ്രഭ നിങ്ങളിൽ വെളിപ്പെടേണ്ടതിന് മിശിഹ നിങ്ങൾക്ക് തൻ്റെ നീതിയെ കൈമാറിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാൽ പൂച്ച കരയുന്ന പോലെ ഒരു ആമേൻ കേൾക്കും. അത് അവിടുന്ന് ഇവിടുന്ന് കാണാൻ കേൾക്കും. ചിലർ ആമേൻ പോലും പറയത്തില്ല, കാരണം മനസ്സിലായിട്ട് പോലുമില്ല. അപ്പൊ ഭൗതികതയിലേക്ക് ക്രൈസ്തവ സഭ പോയി എന്നത് ഇന്നത്തെ തലമുറ അറിയേണ്ട ഒരു ഗൗരവമുള്ള കാര്യമാണ്. സുവിശേഷ മഹായോഗവും രോഗശാന്തി ശുശ്രൂഷയും എന്ന് പറഞ്ഞുകൊണ്ട് ചില നടത്താറുണ്ട്. ഇതിനകത്ത് ഒരു ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഒരു ജെന്യൂനിറ്റി അതിനകത്തില്ല. കാരണം അവിടെ വരുന്ന ഒരു രോഗിയും ഈ രോഗസൗഖ്യം എന്നൊക്കെ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ മൂവായിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. യേശു സൗഖ്യമാക്കത്തില്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും ഞാൻ പറയത്തില്ല. കാരണം യേശു സൗഖ്യമാക്കിയ 100 ചരിത്രങ്ങൾ നമുക്കുണ്ട്. ഇന്നും സൗഖ്യമാക്കും. പക്ഷെ യേശു എല്ലാവരെയും സൗഖ്യമാക്കുമെന്ന് പ്രോമിസ് ചെയ്തിട്ടില്ല. പക്ഷെ യേശു സകല പാപങ്ങളെയും മോചിക്കും എന്ന് കൃത്യമായി നമുക്ക് വേദപുസ്തകത്തിൽ ഉറപ്പുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് സകലർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം. അതാണ് സകല മനുഷ്യർക്കും വിശ്വാസയോഗ്യമായ വചനം, പാപത്തെ രക്ഷിപ്പാൻ. അപ്പം രോഗശാന്തി എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും ദൈവം വാഗ്ദത്തം ചെയ്ത ഒന്നല്ലെന്നും ഇന്ന് ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നത് അവിടുത്തെ കരുണയാലാണെന്നും പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം അത് തൻ്റെ കരുണയാൽ നൽകുന്നു എന്നും ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. നമ്മൾ എടുക്കുന്ന ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ടല്ലോ, യഹോവ റാഫ യഹോവ നിന്നെ സൗഖ്യമാക്കും, അല്ലെ എന്നെ സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇത് വന്നത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ 25 അല്ലെങ്കിൽ 23 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ്. മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചത്. ഇവിടെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വാക്കിന് യഹോവ റാഫ എന്നാണ് അർത്ഥം. ഇവിടെയാണ് ദൈവം ഡയറക്റ്റ് പറയുകയാണ് സൗഖ്യമാക്കുന്ന യഹോവ. എന്നാൽ ഇതിന്റെ വേറൊരു ചിത്രം നമുക്ക് അബ്രഹാമിന്റെയും സാറായിയുടെയും ജീവിതത്തെ കാണാനായിട്ട് പറ്റും. ബൈബിളിൽ എനിക്ക് തോന്നുന്നു ആദ്യം സൗഖ്യം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന അവിടെയാണ്, ഉൽപ്പത്തിയിലാണ്. അബിമേലക്ക് സാറായിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. സൗന്ദര്യമുള്ളവളെന്ന് കാണുന്നു. സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. അവളെ കൊണ്ടുപോയത് നിമിത്തം, കാരണം ഇത് 18-ാമത്തെ അധ്യായത്തിൽ 19-ാം അധ്യായത്തിൽ എനിക്ക് സംഭവിക്കുന്നത്. കാരണം അതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെ സാറായിക്ക് ഒരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള പ്രോമിസ് 18-ാം അധ്യായത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, അബീമേലെക്കിനെ ദൈവം ശക്തമായ നിലയിൽ താക്കീത് കൊടുക്കുന്നു. അദ്ദേഹം നിഷ്കളങ്കനായിട്ട് പറഞ്ഞു ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന സകല സ്ത്രീകൾക്കും ദൈവം അവരുടെ ഗർഭത്തെ അടച്ചു കളഞ്ഞു. അപ്പം ആർക്കും കുഞ്ഞുങ്ങൾ ജനിക്കാൻ പറ്റാത്ത, അപ്പൊ ഇത് ഒരു ദിവസത്തെ സംഭവം അല്ല എന്നും കൂടെ ഒന്ന് അറിയണം കേട്ടോ. അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി വൈകുന്നേരത്തെ കാര്യമല്ല. മക്കൾ ജനിക്കാത്ത നിലയിൽ എല്ലാ ഗർഭവും ദൈവം അടച്ചു കളഞ്ഞു എന്നും. ഇപ്പം 2 ടൈപ്പ് ആളുകൾ. ഒന്ന്, അബ്രഹാമിന്റെ ഭാര്യ കഴിഞ്ഞ 25 വർഷമായിട്ട് മച്ചിയായ സ്ത്രീയാണ്, കുഞ്ഞുങ്ങളെ ജനിപ്പാൻ കഴിയില്ലാത്തവള. അബീമേലെക്കിനകത്ത് നാട്ടിലുള്ള സകല സ്ത്രീകളും ഇപ്പോൾ ആരായി മാറി? മച്ചിയായി മാറി.
ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, മച്ചിയായ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോലും ഇതുവരെ ഒരു കുഞ്ഞ് 10-25 വർഷമായിട്ടും കിട്ടാത്ത ഒരു മനുഷ്യൻ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അബ്രഹാം നിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അബ്രഹാം പ്രാർത്ഥിച്ചു ദൈവത്തോട്, ദൈവം അവരുടെ ഗർഭം തുറന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, 25 വർഷമായിട്ട് തൻ്റെ ഭാര്യ ഗർഭം ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള ആ പ്രാർത്ഥന മറുപടി വന്നിട്ടില്ല. പക്ഷെ ഒരു നാട് മുഴുവൻ അടഞ്ഞുപോയ ഗർഭത്തെ തുറക്കുവാൻ അബ്രഹാമിന്റെ പ്രാർത്ഥനയെ ദൈവം ഉപയോഗിച്ചു. അടുത്ത വർഷം സാറായിക്കും ദൈവം മറുപടി കൊടുത്തു. നമുക്കത് വേദോസത്തിൽ വലിയൊരു രഹസ്യങ്ങളാണ് കേട്ടോ. അപ്പം തനിക്ക് നടക്കാത്ത കാര്യം, ഞാനത് രോഗശാന്തിയോടുള്ള ബന്ധത്തിൽ അങ്ങ് പറയുക, തനിക്ക് നടക്കാത്ത കാര്യം, തൻ്റെ പ്രാർത്ഥനയിൽ സംഭവിക്കാത്ത കാര്യം ദൈവം മറ്റൊരാൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ. നിന്റെ വീട്ടിൽ നടക്കാത്തത് അവിടെ നടക്കും. പക്ഷേ അവിടെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്ത ദിവസം നിന്റെ വീട്ടിൽ അത് നടക്കുമെന്ന്. സോ പ്രാർത്ഥനയ്ക്കൊരു വലിയ രഹസ്യമുണ്ട്, അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെക്കുക. അവിടെയാണ് അത് രോഗശാന്തി. അതിനകത്ത് പ്രധാനമായിട്ട് ഈ സാറായി എന്ന് പറയുന്നത് കൃപയുടെ ഒരു ചിത്രമാണ് കേട്ടോ. ഹാഗർ ന്യായപ്രമാണവും സാറായി കൃപയുമാണ്. അപ്പൊ കൃപയുടെ ചിത്രമായിരിക്കുന്ന സാറായിയെ ബന്ധിച്ച് അകത്ത് വെച്ചിരിക്കുമ്പോൾ, വെൻ ദ ഗ്രേസ് ഓഫ് ഗോഡ് കം ഔട്ട്, ദൈവകൃപ പുറത്തു വരുമ്പോൾ അത് ഫലപുഷ്ടി ഉണ്ടാക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയായും ഗർഭധാരണത്തിൽ തടസ്സം വന്നിരിക്കുന്ന വ്യക്തികൾക്ക് മക്കൾ ജനിക്കുന്ന, തലമുറകൾ ജനിക്കുന്ന ഒരു വിഷയത്തിന് കാരണമായി മാറി. അപ്പം ദൈവകൃപയെ ദൈവകൃപ റിലീസാകാതെ ജനറേഷൻസ്, ദൈവകൃപയുള്ള ജനറേഷൻ ഉണ്ടാകത്തില്ല. ഹീലിംഗ് ഉണ്ടാകും. ഇപ്പം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പനി മാറുന്ന കഥയല്ല കേട്ടോ പ്രിയപ്പെട്ടവർ. പനി മാറ്റാനും ഈവൻ ക്യാൻസർ വരെ മാറ്റാൻ ഇവിടുത്തെ വൈദ്യശാസ്ത്രത്തിന് പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വളരെ ഈ രോഗശാന്തിക്ക് വേണ്ടി ഈ പിടിവാശി കൂടുന്ന ചേട്ടന്മാരല്ല, ഈ എല്ലാം ടിൻറ്റുമോനും എല്ലാം കേട്ടോണം. നീയൊക്കെ ഒരു കയ്യും കാലിനും സൗഖ്യം വരുത്തുന്ന സാക്ഷ്യം പറയുമ്പോൾ അപ്പുറത്ത് അതിശക്തമായ രോഗശാന്തി മരുന്ന് കൊണ്ട് നടത്തി കൊടുത്തിരിക്കുകയാണല്ലോ. യേശുക്രിസ്തുവിനെ വെറും ലൊട്ടുടുക്ക് വൈദ്യനാക്കരുത്. യേശുവിനെ വെറുമില്ലേ മൈലെണ്ണ വിൽക്കുന്ന വൈദ്യനാക്കി മാറ്റരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറും തെരുവോരങ്ങളിൽ എന്തുവാ എണ്ണക്കച്ചവടം നടക്കുന്ന തൈലം വിൽക്കുന്ന ആളായിട്ടാണ് യേശുവിനെ മാറ്റുന്നത്. രോഗശാന്തി. ഞാൻ ഇവിടുത്തെ എല്ലാ ആളോടും പറയും, തങ്കു ബ്രദർ ആണെങ്കിലും, ഇവിടുത്തെ ഡാമിയൻസ് ബ്രദർ ആണെങ്കിലും, ടിനു ജോർജ് ആണെങ്കിലും, നമ്മുടെ ഒത്തിരി ആളുകളുണ്ട്. എല്ലാ രോഗശാന്തി അവകാശപ്പെടുന്ന യുവാസന്മാരെ, സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരാകട്ടെ, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ അവകാശവാദം പറയരുത്. ദൈവം കരുണയാൽ സൗഖ്യമാക്കുന്നു എന്ന് പറ ആദ്യം. അല്ലാതെ ഇന്നും ഇവിടെ ഭയങ്കര വിടുതൽ നടക്കാൻ പോവാ, മുടന്തം നടക്കാൻ പോവാ. ഞാൻ ചില പറയണേ, മുടന്തന്മാർ കാണുന്നു, സ്തോത്രം, മുടന്തം കാണും. ചെകിടന്മാർ നടക്കുന്നു, ഒരു കുഴപ്പമില്ല, ഇങ്ങനെയുള്ള പരസ്യം ചെയ്താൽ മതി. കുരുട്ടുകൾ കണ്ണുള്ളവൻ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഒരു പൊതുവേദിയിൽ സത്യസുവിശേഷം, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ ഇന്നിവിടെ അതിശക്തമായ ഉണർവ് നടക്കും, വിടുതൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് നടക്കാതെ പോയാൽ ഈ പറയുന്ന നീ പരമ 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 കള്ളനാണ്. കാരണം നീ ഒരു പത്രസമ്മേളനത്തിലല്ല പ്രസംഗിക്കുന്നത്, നീ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിലല്ല പ്രസംഗിക്കുന്നത്. യു ആർ പ്രീച്ചിങ് ദ ഗോസ്പൽ, ദ ട്രൂത്ത് ബിഫോർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. കർത്താവിനെ സാക്ഷി നിർത്തി പറയുന്ന വാക്കുകൾ നടന്നിരിക്കണം, നടന്നില്ല പറയരുത്. ഇന്ന് ക്യാൻസർ സൗഖ്യമാകാൻ പോവാ, ഒന്നുമില്ല, ഒരു പനി പോലും പോകത്തില്ല, കള്ളം പറയുക. ജനത്തെ ഇങ്ങനെ ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോകും. നത്തിങ് ഹാപ്പൻ, ഒന്നും സംഭവിക്കുന്നില്ല. ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. യേശുക്രിസ്തു സകല രോഗത്തെ സൗഖ്യമാക്കുമെന്ന് ബൈബിളിൽ വ്യവസ്ഥയില്ല, ദൈവത്തിന്റെ വാഗ്ദത്തമില്ല. കൃപയാൽ സൗഖ്യം പ്രാപിക്കും, കരുണയാൽ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാ? ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു ശക്തി ഇങ്ങോട്ട് പുറപ്പെട്ടു, എൻ്റെ വിരലുകളുടെ ഇടയിൽ നിന്ന് ഒരു റേസ് അങ്ങോട്ട് വ്യാപരിച്ചു, അവൻ സൗഖ്യം എന്നല്ല. എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും സൗഖ്യം വന്നില്ല, കരുണ കാണിച്ചു തമ്പുരാൻ. ഇത് പറയാൻ പറ്റൂ? ഞാൻ ഈ പറയുന്നവരെല്ലാവരും തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ദൈവാസനം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് പാസ്റ്റർ ക്രിസ് ഒയാക്കലോമി. ഞാൻ എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു 1.5 ലക്ഷം രൂപയുടെ വീഡിയോയും CD-യും MP3 ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ കുറെ ഉണ്ട് കേട്ടോ, കുറെ ഇല്ലാതെ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദൈവാസനം, വചനം നന്നായിട്ട് പറയുന്ന ആളാണ് അദ്ദേഹം. ഈ ബെന്നിഹിന്റെ കൂടെ കയറി വന്ന ശേഷമാണ് യേശുവിന്റെ വരവെന്ന് പറഞ്ഞുകൊണ്ട് ആ ആനമണ്ടത്തരം പറയാൻ തുടങ്ങി. അതുവരെ പുള്ളി നല്ലപോലെ വേദോസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇവരുടെ ഒരു ഇതുണ്ട്. ഇവർ വിചാരിക്കുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈയുടെ വെള്ളയിൽ ഇങ്ങനെ രോഗശാന്തി ഉണ്ട്, ഇപ്പൊ നിങ്ങൾ ഒന്ന് ശ്വസിച്ചാൽ മതി, ഇതിനകത്തൂടി ഇങ്ങനെ രോഗശാന്തി വ്യാപരിക്കുന്നു. സ്റ്റുപ്പിഡിറ്റി. കയ്യിൽ വല്ല അത്തറങ്ങാണം പുരട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുരട്ടി എന്ന് മണത്താൻ നല്ല അത്തറിന്റെ മണം കിട്ടും, അല്ലെ മീൻകറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ മീൻകറിയുടെ മണം കിട്ടും, അല്ലെ രോഗശാന്തി ഒന്നും കിട്ടൂല. അങ്ങനൊന്നും വേദോസത്തിലില്ല. യേശു ക്രിസ്തു നിങ്ങൾ നോക്കിയാണ് എൻ്റെ കൈ അങ്ങോട്ട് മണപ്പിച്ചോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത് കുറെ വികൃതികൾ ഈ ആഫ്രിക്കയിൽ നിന്ന് കുറെ മണ്ടന്മാരില്ല അവിടെ കൊണ്ടുവന്ന് കാണിക്കും. ഇവിടെ കുറെ ആളുകൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ദിസ് ഇസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. യേശു ക്രിസ്തുവിന്റെ മാർഗം വളർന്നത് നിങ്ങൾ ഈ മാജിക് കാണിച്ചിട്ടല്ല. കഴിഞ്ഞ 2000 വർഷമായിട്ട്, കഴിഞ്ഞ 2000 വർഷമായി ക്രിസ്തുവേശുവിന്റെ സഭ ഭൂമിയിൽ നിലനിൽക്കുന്നതും വളരുന്നതും ഇതുപോലെയുള്ള മണ്ടത്തരവും മാജിക്കും കാണിച്ചിട്ടല്ല. ഇത് സത്യമാർഗമായതുകൊണ്ടും ഇതിന്റെ ഉടമസ്ഥൻ ക്രിസ്തു ആയതുകൊണ്ടും അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ടും ഭൂമിയിൽ കർത്താവിനെ സത്യമായി പിൻപറ്റുന്ന ഒരു ചെറിയ ശേഷിപ്പ് ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ്. മറന്നുപോകരുത്. ഇതാണ് അതിന്റെ റിയാലിറ്റി. അപ്പം അവകാശവാദം പറയരുത്. ദയവ് ചെയ്ത് വേദിക്കകത്ത് നിന്ന് അവകാശം പറയരുത്. നിങ്ങൾ അവകാശവാദം പറയുമ്പോൾ അത് കള്ള മീറ്റിംഗ് ആണ്, ഭോഷ്കിന്റെ യോഗം എന്ന് പറയാം. നമ്മളൊരു കാര്യം പറഞ്ഞാൽ നടക്കണം, നടന്നില്ല പറയരുത്, നടക്കാത്ത കാര്യം പറയരുത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കിൽ പൈസ വരുന്നു, മിറക്കിൾ മണി എന്ന് പറയുന്ന സാധനം, മിറക്കിൾ മണി. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ തൂവല് വീഴുന്നു. വേറെ ആൾ പ്രാർത്ഥിക്കുമ്പോൾ കാണാം സ്വർണ്ണപ്പൊടി വീഴുന്നു. ഈ സ്വർണ്ണപ്പൊടിയായിട്ട് വീഴാതെ കട്ടിയായിട്ട് വീണ്ടിരുന്നെ കൊണ്ട് വിറ്റ് കാശെങ്കിലും വാങ്ങിക്കാൻ സ്വർണ്ണപ്പൊടി വീഴുന്നു. എവിടുന്നോ ഏതോ പെമ്പിള്ളേരുടെ കയ്യിൽ എങ്ങാണ്ട് ഉള്ള ഗിൽറ്റ് എങ്ങാണ്ട് കൈ വന്ന് പറയും, പ്രാർത്ഥിച്ചപ്പോ കൈ മൊത്തം അങ്ങ് സ്വർണ്ണപ്പൊടിയാണ്. ദൈവം ആലൂക്കാസിന്റെ ആളല്ലേ, അവിടെ നിന്ന് കുറച്ച് പൊടി വാരിയിട്ടത് യോഗത്തിന്. ഇതെല്ലാം വിശ്വസിക്കണം. അതിന് പേരാ സൂപ്പർ നാച്ചുറൽ സ്റ്റുപ്പിഡിറ്റി എന്നാ പറയുന്നത്. നോൺസെൻസ്. ഞാനിത് വസ്തുനിഷ്ഠമായ കാര്യം പറയാം. നമ്മുടെ സഭകളിലെ ബഹുഭൂരിപക്ഷം ദൈവദാസന്മാർക്കും രോഗങ്ങളുണ്ട്. ഏതെങ്കിലും രോഗമില്ലാത്ത ഒരു ദൈവദാസനും ഇല്ല. വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതൊക്കെ നല്ല രീതിയിലൊക്കെ നല്ല, എനിക്ക് തോന്നുന്നു, എത്ര നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചിട്ടും എത്ര നല്ല സപ്ലിമെന്റ്സ് കഴിച്ചിട്ടും നല്ല എക്സസൈസ് എന്നിട്ട് പോലും ചില ആളുകളിൽ രോഗമുണ്ട്. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന എന്നടിച്ച് എന്നിട്ട് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? എന്താണ് അവ എന്താ മാറാത്ത? എന്താ നമ്മുടെ സഭകൾക്കകത്ത് 80% ആളുകൾ രോഗികളല്ലേ അല്ലേ? എന്നിട്ട് ആ വാക്യോട് അപ്ലൈ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇത്ര അർത്ഥമേ ഉള്ളോ യേശു നിങ്ങളുടെ പാപം മോചിക്കും എന്ന് പറയുന്നതിന്? ദയവ് ചെയ്ത് ഡു നോട്ട് കമ്പയർ ദ ഫോർഗിവ്നെസ് ഓഫ് സിൻ വിത്ത് ദിസ് ഹീലിംഗ്. ഇഫ് യു ആർ കമ്പയറിംഗ് ദാറ്റ്, യു ആർ മേക്കിംഗ് ജീസസ് എ ലയർ. ഡോണ്ട് ഡു ദാറ്റ്. ഡോണ്ട് ഡു ദാറ്റ്. ഡോണ്ട് ഡിമാൻഡ്. നിങ്ങളുടെ കൺവെൻഷൻ വേദിക്കകത്ത് രോഗശാന്തി ശുശ്രൂഷ നിങ്ങൾ വെക്കുന്നെങ്കിൽ അവിടെ വരുന്ന രോഗി മൊത്തം സൗഖ്യമാക്കി വിടണം. ഉത്തരവാദിത്വം ഉണ്ട്. അല്ലെങ്കിൽ അവിടെ വരുന്ന എല്ലാ പാപിയും രക്ഷപ്പെടത്തില്ലെന്നും കൂടെ നിങ്ങൾ പറയണം. കുറച്ച് പാപികൾക്ക് രക്ഷയുണ്ട്, കുറച്ച് രോഗിക്ക് സൗഖ്യമുണ്ട്. എല്ലാ രോഗികളെയും യേശു സൗഖ്യമാക്കുന്നില്ല, എല്ലാ പാപിയും യേശു മോചിപ്പിക്കുന്നില്ല എന്നും കൂടെ പറയണം. ഒരു ഭാഗത്ത് എക്സ്ട്രീമായിട്ട് ഡിമാൻഡ് ചെയ്യും, മറു സൈഡിൽ അതിന്റെ 1% പോലും സംഭവിക്കാതിരിക്കുകയും ചെയ്യും. യു ആർ ജസ്റ്റ് മേക്കിംഗ് ജീസസ് എ ലയർ, എ ഫാൾസ് പ്രോഫറ്റ്. You are making your own kingdom and you are breaking the kingdom of God. You are manipulating the poor people. Okay, beware of it. And this is a prophetic voice. Don't do that. Stop it. എന്റെ ആ വാക്കിലോട്ട് പറഞ്ഞ് ഞാൻ നിർത്താം. എന്തുകൊണ്ടാണ് യഹോവ റാഫ? മാറയിലെ വെള്ളം മധുരമാണ്. എങ്ങനെ മധുരമായി? ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് കാട്ടിക്കൊടുത്തു, ആ കൊമ്പിനെ വെട്ടിയിട്ടു. ഈ കൊമ്പ് വെട്ടിയിടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുരിശുമായിട്ട് താരതമ്യം ചെയ്ത് പഠിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ മുറിക്കപ്പെട്ട കൊമ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു മരത്തിൽ നിന്ന് വെട്ടിയെടുത്ത കൊമ്പ്, അത് ക്രിസ്തുവുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്, കുരിശുമായി താരതമ്യം ചെയ്യാറുണ്ട്. അപ്പൊ വളരെ ഭൗതികമായൊരു പ്രോബ്ലം വന്നപ്പോൾ, ശാരീരികമായ, അല്ലെങ്കിൽ മാറായിലെ പച്ചവെള്ളം കയ്പുള്ളത് അത് മധുരമാക്കണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ മുറിവേറ്റ ഒരു മരക്കൊമ്പ് ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, അവന്റെ കാൽവറിയുമായി ബന്ധപ്പെട്ടിരിക്കും.
അത് അവർക്ക് വെള്ളത്തെ മധുരമാക്കി കൊടുത്തു. അതിനുശേഷം ദൈവം അവിടെ ഒരു ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. ഒരു ചട്ടവും പ്രമാണവും കർത്താവ് അവിടെ വെച്ച് കൊടുത്തു. എന്തു അവിടെ കൊടുത്ത ചട്ടം? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ വാക്ക് കേട്ടനുസരിച്ച് എനിക്ക് പ്രസാദമുള്ളത് ചെയ്താൽ, എന്റെ കൽപ്പനകൾ അനുസരിച്ച് സകല വിധികളും ചട്ടങ്ങളും പ്രമാണിച്ചാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു ബാധ നിങ്ങൾക്ക് വരുത്തത്തില്ല. എന്തുവാ ഈ മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധ? പക്ഷപാത രോഗമാണോ? ക്യാൻസർ ആണോ? HIV പോസിറ്റീവ് ആണോ? പറ. ഹാർട്ട് അറ്റാക്ക് ആണോ? ഏത് വ്യാധിയാ മിസ്രയീമ്യർക്ക് വരുത്തിയത്? 10 ബാധയല്ലേ? അതല്ലേ മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധ? അത് വരുത്തത്തില്ലെന്നല്ലേ പറഞ്ഞേ? മിസ്രയീമ്യർക്കല്ല 1-ാം ബാധ പനി പിടിച്ചു, 2-ാം ബാധ ചൊറി പിടിച്ചു, അങ്ങനെയാണോ? മൂന്നാമത്തെ ബാധ എല്ലാവർക്കും പക്ഷപാതം, എല്ലാവരും എന്തോ പറ്റി? ബ്രെയിൻ ഹെമറേജോ എന്തോ പറയുന്നത്, ഈ സ്ട്രോക്ക് വന്നു. 4-ാമത്തെ ബാധ എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വന്നു, അങ്ങനെയാണോ? 5-ാം ബാധയിൽ എല്ലാവർക്കും ഷുഗറും പ്രഷറും ഹൈപ്പർ ടെൻഷനും എല്ലാം വന്നു, അങ്ങനെയാണോ? അല്ല. വെള്ളം രക്തമായി, തവള പേന്നായിച്ച, മൃഗസംഹാരം കൽമഴ, വേട്ടിക്കിളി, കൂരിട്ട് കടിഞ്ഞൂർ സംഹാരം, ഇങ്ങനെ അതിനിടയ്ക്ക് വേറെ എന്തോ ഉണ്ട്. ഇതല്ലേ മിസ്രയീമ്യർക്ക് വന്ന ബാധ? ഇത് വരുത്തത്തിനല്ലേ പറഞ്ഞത്? സംഭവം എന്താ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? എന്താ മിസ്രയീമ്യർക്ക് വന്ന ബാധയും അതിന്റെ അനന്തരഫലം എന്താ? ഓരോ ബാധ വരുമ്പോഴും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തോട് മത്സരിച്ചുകൊണ്ട്. ഇതല്ലേ മിസ്രയീമ്യർക്ക് സംഭവിച്ചത്? ആ മത്സരം എവിടെ കൊണ്ട് അവസാനിച്ചു? അവരുടെ കടിഞ്ഞൂൽ സംഹാരത്തിൽ അവസാനിച്ചു. 1 അവിശ്വാസം, 2 മത്സരം, 3 ഹൃദയകാഠിന്യം. ഇതാണ് വാസ്തവത്തിൽ മിസ്രയീമ്യർക്ക് വന്ന ബാധയിലെ ഏറ്റവും പ്രധാന കാര്യം. കാരണം ബാക്കി ബാധകളെല്ലാം പെട്ടെന്ന് ഏകദേശമൊക്കെ തീർന്നുപോയി. പക്ഷെ ഹൃദയകാഠിന്യം മാറിയിട്ടില്ല, അവിശ്വാസം മാറിയിട്ടില്ല, ദൈവത്തിന്റെ കാര്യപരിപാടികളെ മനസ്സിലാക്കി മനസ്സാന്തരത്തിലേക്ക് വന്നിട്ടില്ല. ഇതല്ലേ അവരുടെ യഥാർത്ഥത്തിൽ ബാധ. അപ്പൊ കർത്താവ് പറയും, എന്റെ ബാധ പിൻപറ്റി എന്റെ പ്രമാണം അനുസരിക്കാമെങ്കിൽ അവർക്ക് വന്ന ബാധ വരുത്തണം. ഞാൻ നിങ്ങളുടെ ഹൃദയകാഠിന്യം ഞാൻ മാറ്റിത്തരാം, നിങ്ങളുടെ വെറുവീർപ്പ് ഞാൻ മാറ്റിത്തരാം, നിങ്ങളുടെ അവിശ്വാസത്തിന് ഞാൻ മാറ്റം വരുത്തി തരാം. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ, മിസ്രയീമ്യർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. മിസ്രയീമ്യർ എവിടെ പോയി മുങ്ങിച്ചത്തു? മിസ്രയീമ്യർ വെള്ളത്തിൽ മുങ്ങിയതുപോലെ ചത്തതുപോലെ നിങ്ങൾ മരിക്കാതിരിക്കണമെങ്കിൽ, ആ ബാധ നിങ്ങളെ പിടിക്കാതിരിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ മൂക്കിപ്പനി മാറ്റുമെന്നല്ല. മൂക്കിപ്പനിയേക്കാളും 1000 കോടി മടങ്ങ് പ്രശ്നമാണ് നിന്റെ അവിശ്വാസം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവർ കനാനിൽ എത്തിച്ചേരാതിരുന്നത് എല്ലാവർക്കും ജ്വരം പിടിച്ചതുകൊണ്ടല്ല, എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ടല്ല, എല്ലാവരുടെയും കൈക്കുഴയ്ക്കകത്ത് വേദന വന്നതുകൊണ്ടല്ല, മുട്ടുവേദന വന്നതുകൊണ്ടല്ല, നടുവേദന വന്നതുകൊണ്ടല്ല. മിസ്രയീമ്യർ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ കനാനിൽ എത്താതിരുന്നത് അവിശ്വാസവും പിറുപിറുപ്പും മത്സരവും കാരണമാണ്. അപ്പൊ സൗഖ്യം വരേണ്ടത് മൂക്കിപ്പനിക്കല്ല, സൗഖ്യം വരേണ്ടത് അവിശ്വാസം, പിറുപിറുപ്പ്, പിന്മാറ്റം, മത്സരം. പരീക്ഷിക്കുക ദൈവത്തെ പരീക്ഷിക്കുക. വാസ്തവത്തിൽ ദൈവം എന്താ അവിടെ പരീക്ഷ തരും? ദൈവം മനഃപൂർവ്വം ഇവരെ നടത്തി മാറായി കൊണ്ടുവന്ന് പരീക്ഷിച്ചതാണ്. ഇത് പരീക്ഷയാണ്. ദൈവം അവരവിടെ വെച്ച് പരീക്ഷിച്ചെന്ന് എഴുതിയേക്ക്. ഈ ഒരു പ്രതിസന്ധിയിൽ ഇവരെന്താണ് ചെയ്യാം? 3 ദിവസത്തിന് മുമ്പ് ഇവർ കടലിന്റെ മുകളിലൂടെ നടന്നവരാ. വെറും കടലിനകത്തിലെ എന്തോ നമ്മുടെ കടൽ ഇങ്ങനെ പിൻവാങ്ങിപ്പോയിട്ട് എന്തു പറയുന്നേ, കടൽ കുറച്ചങ്ങോട്ട് മാറുമല്ലോ, ഈ ചന്ദ്രന്റെ അങ്ങനെ മാറിപ്പോയൊന്നുമല്ല. കടലിനെ 2 എന്നൊക്കെ പറയാം. കടലിൽ തന്നെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അതിന്റെ മുകളിലൂടെ നടത്തുക. വിശ്വാസത്താൽ കടലിന്റെ മുകളിൽ അവർ നടക്കുക. കരയിൽ എന്ന വണ്ണം കടലിലൂടെ നടന്ന നല്ല രീതിയൊക്കെ നടന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കി, ഇവർക്ക് എന്നോട് വല്ല വിശ്വാസമുണ്ടോ? പ്രശ്നത്തെ ഇവരെങ്ങനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? അവിടെ വെച്ച് പിറുപിറുത്തുന്നേ. അവരുടെ ഏറ്റവും വലിയ രോഗം
മാറയിലെ മധുരം പച്ചവെള്ളം കയ്പായതല്ല. അവിടുത്തെ ഏറ്റവും വലിയ അവരുടെ രോഗം, അവർക്ക് വയറ്റുവേദന ഉണ്ടായതുമല്ല. അവരുടെ ഏറ്റവും വലിയ രോഗം ദൈവത്തെ വിശ്വസിക്കാതെ പിറുപിറുത്തത്. പിറുപിറുപ്പ് ഒരു മാരക രോഗമാണ്. ആ പിറുപിറുപ്പ് കാരണമാണ് ഇവർ വാഗ്ദത്തത്തിലെത്താത്തത്. അതാണ് മിസ്രീമ്യരുടെ ബാധ. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. അതുകൊണ്ട് രോഗശാന്തി ശുശ്രൂഷ നല്ലതാണ്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പിന്നെ വചനത്താൽ ദൈവകൃപയാൽ കർണയാൽ കർത്താവ് സൗഖ്യമാക്കുന്നതിന് സ്തോത്രം. ഒത്തിരി പേരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയ കാര്യം, കാശുള്ളവൻ കാശുള്ളതുകൊണ്ട് അവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകും. പാവങ്ങൾക്ക് മിക്കവാറും പ്രാർത്ഥിക്കാതെ നിവൃത്തിയില്ല. കാരണം ഇത് എവിടെ കൊണ്ട് കൊടുക്കും? ഒരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ പോയപ്പോൾ സത്യം പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ആരൊക്കെയോ എൻ്റെ സഹോദരങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഒരു കരുണ കാണിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ അതിനകത്തൊന്ന് പുറത്തു വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, മരിച്ച പോലും ഇനി ഹോസ്പിറ്റലിൽ പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്രയ്ക്കും പണച്ചെലവാണ്. അപ്പൊ ഈ സാധുക്കളായ ആളുകളൊക്കെ എന്ത് ചെയ്യും? കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ കാശുള്ളവരൊക്കെ നേരെ മെഡിസിറ്റിയിലും അവിടെ ഇവിടെയൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട്, അല്ലെ അമേരിക്കയിലൊക്കെ പോയി ചികിത്സിച്ചിട്ട് വരും. എന്ന് ദൈവം എന്നവരൻ അങ്ങനെയും ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കുന്നു, കരുണയുള്ളവർക്ക് സൗഖ്യം വരുന്നു. കരുണയോടെ ദൈവം സൗഖ്യമാക്കിയാൽ സ്തോത്രം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ പണ്ട് ഇത് അവകാശവാദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബൈബിള് പഠിക്കാൻ തുടങ്ങിയ മനസ്സിലായി ഇത് അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു രോഗശാന്തി എന്ന് പറഞ്ഞ ഉദ്ദേശം ഒരിക്കലും ശരീരരോഗത്തെക്കുറിച്ചല്ല, മറിച്ച് ആത്മീയ വിഷയമാണ്, പുനഃസ്ഥാപനമാണ്, മടങ്ങിവരവാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ഹീലിംഗ് ആണ്, ദൈവത്തോടുള്ള വിരോധം മാറുക, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം മാറുക, ഇങ്ങനെയുള്ള അകത്ത് അന്തരാത്മാവിന് വരേണ്ട രോഗശാന്തിയെക്കുറിച്ചാണ് അതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. മാത്രമല്ല, യെശയ്യാ പ്രവചന പുസ്തകം 53-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇറ്റ് ഇസ് നോട്ട് എ ഫിസിക്കൽ ഹീലിംഗ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് സ്പിരിച്വൽ ഹീലിംഗ്. ഒരു ഒറ്റ കാര്യം ഇവിടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ പത്രോസ് എഴുതിയ ലേഖനത്തിലെ 1 പത്രോസ് 2-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഐ വാണ്ട് ടു ടേക്ക് ദ വേഴ്സ്. 24-ാമത്തെ വാക്യം നോക്കി. അവൻ പാപം ചെയ്തിട്ട് അവരുടെ വായിൽ വഞ്ചനൊന്നും ഉണ്ടായിരുന്നില്ല. 2-ാം അധ്യായത്തിൽ 22-ാം വാക്യം. അവനെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരിമേൽപ്പിക്കത്ര. യേശുക്രിസ്തു കുറവായിട്ടോ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, അവൻ തന്റെ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. എന്തിനു വേണ്ടിയാ? നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചിട്ട് ആരോഗ്യത്തോടെ ജീവിക്കേണ്ടതിനല്ല, നീതിക്ക് ജീവിക്കണം. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിമേ കയറി. അവന്റെ അടിപ്പിടലാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ സൗഖ്യം എന്തിനു വേണ്ടിയുള്ളതാ? പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. യേശു മരിച്ചു, അവന്റെ അടിപ്പിടലാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. അപ്പം യേശു ക്രിസ്തുവിന്റെ അടിപ്പിടലാൽ വന്ന സൗഖ്യം നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാനല്ല, നീതിക്ക് ജീവിക്കേണ്ടതിന്. നമ്മുടെ അന്തരാത്മാവിനാ സൗഖ്യം. കൈയുടെ കുഴ മാറ്റുന്ന സൗഖ്യമല്ല, അന്തരാത്മാവിനാ സൗഖ്യം. മുഴ മാറ്റുന്ന പരിപാടിയൊന്നുമല്ല, കുഴ മാറ്റുന്ന പരിപാടിയല്ല, നിന്റെ ജീവിതത്തിന്റെ കുഴച്ചിൽ മാറ്റുന്ന പരിപാടിയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത്, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ക്യാൻസർ പിടിച്ചിരുന്നല്ല, തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കിടേനെ അധിഷ്ഠമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു, മാനസാന്തരം. സോ ദിസ് ഇസ് നോട്ട് അബൌട്ട് ദ health of the body, is talking about the health of our mind and our spirit with God and relationship with God and turning back toward that is repentance. പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ജീസസ് died for us. അവന്റെ അടിപ്പട നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. That healing is not about the healing of some certain sickness. It is restoration, transformation and changing everything. പുനഃസ്ഥാപിക്കുക, പുതുക്കുക. ഇതാണ് ആക്ച്വലി ഹീലിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ കേൾക്കാൻ ചെവിയോളം കേൾക്കുക, സത്യമാണെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം കരയറ്റുക, അസത്യങ്ങളുടെ പുറകെ പോവാതിരിക്കുക, സത്യത്തെ പിന്തുടരുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.